ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് പലർക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതുവരെ എനിക്ക് കാണിക്കാൻ കൂടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങോട്ട് ഫുള്ളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള വീട് എന്ന് പറയുന്നത്. ഏകദേശം 40 കൊല്ലം പഴക്കമുള്ള ഒരു 40 വർഷം പഴക്കമുള്ള വീടാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരിനെ വിവാഹം കഴിക്കുമ്പോഴേക്കും ഒരു കൊലായും ഒരു റൂമും, അല്ല 2 റൂമും ഒരു കൊലായും എടുത്താണ്. ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീട് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. കയറി ചെല്ലുന്നത് തന്നെ സിറ്റ് ഔട്ടിലേക്ക്. ദേ കിടക്കുന്നു എൻ്റെ പപ്പ മുറ്റത്തൊക്കെ പണിയൊക്കെ എടുത്ത് ഞാൻ ഒന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇത് ഒരു ടാങ്ക് മേടിച്ചതാണ്. എന്നെ ഉപ്പിലിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചൊരു സംഭവം കേട്ടോ. ഫസ്റ്റ് തന്നെ വരിക വെച്ചാൽ ഈ ഒരു റൂമാണ്. താൻ ആരും അവിടെ ഒന്നും മിണ്ടല്ല. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ റൂം. ഒന്നും നോക്കണ്ട, ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമേ ഇവിടെ താമസമുള്ളൂ കേട്ടോ. അപ്പൊ അതെ, ഇപ്പൊ താഴെ വന്ന് കമന്റ് ചെയ്യേണ്ട വൃത്തിയില്ലാത്ത വീട്, വൃത്തിയുള്ള വീടൊക്കെ ഏതെങ്കിലും കാലത്തോൾക്ക് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം. ഒന്നും മിണ്ടാടക്ക്, ഞാൻ ഈ റൂം കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ റൂം. അപ്പൊ സെക്കൻഡ് വരുന്നത് ഈ ഒരു റൂമാണ്. ഇതാണ് രണ്ടാമത്തെ റൂം വരുന്നത്. എൻ്റെ ഉമ്മാന്റെ നിസ്കാരപ്പടാട്ടോ നിലത്തുള്ളത്. ആള് കസേരയെ കുത്തിരുന്നിട്ടാണ് നിസ്കരിക്കുക. പിന്നെ അതെ കസേരയിൽ സഹിതം എൻ്റെ പെയിന്റ് ആണ് ഗൈസ്. അപ്പൊ ഇതാട്ടോ രണ്ടാമത്തെ റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ബാത്റൂം അവിടെയാണ് വരുന്നത്. ദയവ് ചെയ്തൊരു റിക്വസ്റ്റ് ഉണ്ട്, വൃത്തികെട്ട വീട് എന്നൊരിക്കലും ഇടരുത്. എൻ്റെ ഉമ്മയും വാപ്പയും മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പൊ അവരെ കൊണ്ട് അത്രയൊക്കെ നന്നാക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സമയത്ത് അവർക്ക് നല്ലൊരു വീടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ പിന്നെ വരുന്നത് ഈ ഹാളാണ്. സോഫിയ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് കാണിക്കേ. ഉമ്മ ചോറ് വെക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഈ ഹാളാണ്. എന്റെ പപ്പയുടെ 2 തുണി. അപ്പൊ മഴ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങോട്ട്. അപ്പൊ മഴ ഉള്ളത് കൊണ്ട് അകത്താണ് ആറിടാറ്. പിന്നെ വേറൊരു റൂം. ജനാല കാണിക്കണ്ടോ. ജനാലയില് നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ റൂം. ഒന്ന് മുകളിൽ കാണിച്ചു കൊടുക്ക്. ഇവിടുന്ന് നോക്കിയാൽ അപ്പുറത്തെ റൂമിലേക്കുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം. അട്ടമില്ലാത്ത റൂമാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതാട്ടോ 40 വർഷം പഴക്കമുള്ള ഈ ഒരു വീട് എന്ന് പറയുന്നത്. പിന്നെ 4ാമത് വരുന്ന റൂം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാമ്മയുടെ റൂമാണ്. ഒന്നും നോക്കണ്ട, ഒക്കെ വലിച്ചു വാരിയിട്ടതാണ് ഗൈസ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. പഴയ വീടല്ലേ, 40 വർഷം പഴക്കമുള്ളതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇതാണ് സംഭവം. ഉമ്മക്ക് ചൂല് പരിപാടി ഉണ്ട് കേട്ടോ. ചൂല് കെട്ടി കൊടുക്കും, നാട്ടുകാർക്ക് സപ്ലൈ കൊടുക്കും. അതാണ് എൻ്റെ മമ്മി. അങ്ങനെ അപ്പൊ 4 റൂം നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി 5ാമത്തെ റൂം ഇതേ കണ്ടിരിക്കുകയാണ്. 5ാമത്തെ റൂം ഇതാണ് വരുന്നത് ഗൈസ്. ഇത് ഒട്ടല്ല കേട്ടോ, അട്ടമില്ല. ഇതാണ് പണ്ടുണ്ടല്ലോ കേട്ടോ, ഞാൻ പുസ്തകം വെക്കുന്ന എൻ്റെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ പണ്ടത്തെ എൻ്റെ റൂം. ആദ്യം ആ റൂമായിരുന്നേ, പിന്നെ ഈ റൂമായി. ഇവിടെ ഈ ബുക്കൊക്കെ വെക്കൽ കേട്ടോ ഞാൻ. അപ്പം ഇതാണ്. പിന്നെ ഇത് ചെറിയൊരു എന്താ പറയുക, നടുവിൻ്റെ അകന്നൊക്കെ പറയൂലേ പണ്ടത്തെ, അതാണിത്. ഇവിടെയും മട്ടമില്ല ഗായ്സ്. അപ്പം അങ്ങനെയാണ്. ഇനി 5ാമത് കിച്ചണാണ്. ഇതേ കിച്ചണിൽ ചിക്കനാണ്. ചിക്കൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ സോഫിയ മജീദാണ്. അപ്പോൾ ഇതൊന്നും നോക്കണ്ട, ഏതെങ്കിലും ഒരു സമയത്ത് നല്ലൊരു വീട് നമുക്ക് ഉണ്ടാവില്ലേ അമ്മ? ഉണ്ടാവും. ഉറപ്പാണോ? എൻ്റെ അമ്മേൻ്റെ വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ അമ്മ കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലേ പറയും? 45 കൊല്ലായി. എൻ്റെ അമ്മ പറയുന്ന ഒരു പരാതി എന്താണെന്നറിയോ? അന്ന് തൊട്ടിട്ട് ദേ ഇങ്ങനെ മഴയത്ത് ചോർന്നൊലിച്ച വീട്ടിലാണ് എൻ്റെ അമ്മ നിൽക്കുന്നതെന്ന് പറയലുണ്ട്. അപ്പോഴേ വലിയൊരാഗ്രഹമാണ് ഒരു നല്ലൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ എന്നെക്കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഉമ്മാൻ്റെ വലിയൊരാഗ്രഹമാണ്. ഉമ്മാൻ്റെ മാത്രമല്ല കേട്ടോ, വാപ്പാൻ്റെയും വലിയൊരാഗ്രഹമാണ്
നല്ലൊരു വീട്ടിലേക്ക് താമസിക്കേ. ഇവിടെ കണ്ടില്ലേ, ചളിയൊക്കെ കണ്ടില്ലേ? ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു വീട്ടില് താമസിക്കാൻ പറ്റട്ടെ. കിട്ടോ മോള് റെഡിയാക്കൂ. ഉറപ്പല്ലേ? ഉറപ്പ്. ഉമ്മന്റെ ഈ കോൺഫിഡന്റ് മതി, ഞാൻ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. ഇത് 2025 ഇതിൽ തന്നെ നമുക്ക് പണി തുടങ്ങണം. പണി തുടങ്ങിയിട്ടേക്ക് ഞങ്ങൾക്ക് വീഡിയോസ് അയച്ചിട്ടല്ലോ, അപ്പോൾ അത് പൂർത്തീകരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ഞാൻ സീക്രട്ടായിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. വാപ്പിയെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് കാഴ്ചപ്പാടൊക്കെ മാറി നല്ലൊരു വീടിലേക്ക് കൂടാൻ ആഗ്രഹിക്കില്ലേ നമുക്ക്? ആകുമോ? വാപ്പിക്ക് ധൈര്യം പറയാനൊരു കോൺഫിഡന്റ് ഇല്ല, പക്ഷെ അമ്മക്ക് പറയാൻ നല്ല കോൺഫിഡന്റ് ഉണ്ട്. പണിയൊക്കെ തുടങ്ങിയിട്ടേക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അമ്മ കൂടാൻ ആഗ്രഹിക്കില്ലേ? പാപ്പന്റെ വലിയൊരു ആഗ്രഹം കേട്ടോ. ഇവിടെ ഒരു സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കാണിച്ചേ. എവിടായിരുന്നു അത് കാണുന്നില്ല ഗൈസ്, പിന്നെ കാണിച്ചു തരാം. ഞാൻ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായി. എവിടെയാന്ന് പപ്പിനോടൊക്കെ തപ്പിച്ച് ചോദിക്കണം. അപ്പം അങ്ങനെയാണ് ഫാമിലി ഫോട്ടോ കേട്ടോ. ഇതിലിൻ്റെ 2 മക്കളുണ്ട്. കുഞ്ഞിലുള്ള ഫോട്ടോസാണ്. ഒന്നായിട്ട് മണ്ണാജമലായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഇതൊന്നുണ്ടാകുന്നു പൊട്ടിച്ച് വായിച്ചു നോക്ക്. അപ്പം അങ്ങനെയാണ്. ഇതാണ് അങ്ങോട്ട് പറ്റും. അപ്പം ഇതാണ് ഗൈസ് ഹോം ടൂറ്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എന്ന് പറഞ്ഞതിൻ്റെ അതിരി ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 25 കൊല്ലം അങ്ങാനായിട്ടുള്ള ഇത് മുന്നോട്ടെടുത്തിട്ട്, ബാക്കിയൊക്കെ 40 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ്. ഉമ്മാമ പണ്ടത്തെ കാലത്ത് ഉമ്മാമ ഉണ്ടാക്കിയ വീടാണ്. നമ്മുടെ പണ്ട് ഈ വെട്ടുകല്ലിനൊക്കെ പകരം മണ്ണുകൊണ്ട് കൊഴിച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയ ഒരു വീടാണ്. അപ്പോൾ വലിയൊരു സ്വപ്നം, എൻ്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മാനെയും വാപ്പാനെയും നല്ലൊരു വീട്ടിലേക്ക് താമസിപ്പിക്കണം എന്നുള്ളൊരു സ്വപ്നം മാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ. വീട് പണി ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതേപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു ഓർഡറും തരണം. ഓർഡർ തരുകച്ചാൽ വളരെയധികം സന്തോഷമാണ്. അപ്പം ഇതിനി കുറച്ച് യൂട്യൂബർമാരുണ്ട് എടുത്തിടാൻ. ജസ്റ്റ് ഞാൻ ഫോട്ടോക്ക് ഓർഡർ ചോദിച്ചോളൂ. ജസ്റ്റ് ഞാൻ ഫോട്ടോക്ക് ഓർഡറേ ചോദിച്ചിട്ടുള്ളൂ. ആരോടും പൈസയൊന്നും പിരിവിട്ടിട്ടില്ല. എന്നെ ഒരുപാട് ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുപാട് ആൾക്കാർ വീട് വെച്ച് തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പയും പറഞ്ഞത് അതൊന്നും വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ വീട് വെച്ച് കൊടുത്താലേ ഇവർക്ക് 2 സന്തോഷം ഉണ്ടാവുള്ളൂ. അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അപ്പം അവരെ സേഫായിട്ട് ഒരു നിലയിലേക്ക് എത്തിക്കണം. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോക്ക് ഓർഡർ തരിക. ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് വരുന്ന സൈസ് എന്ന് പറയുന്നത് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ്. അക്രലിക് ഷീറ്റിൻ്റെ മുകളിൽ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം കൊറിയർ ചാർജ് സഹിതം എനിക്ക് 2500 രൂപൻ്റെ അടുത്ത് ചിലവ് വരുന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോക്ക് പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തന്ന് സഹായിച്ചാൽ മതി. അപ്പോൾ ടാറ്റാ.